ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് ശ്രീ കൊട്ടിയൂർ ശിവക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ നഗരേശ്വരം ശിവക്ഷേത്രം മണത്തണയിലേക്കാണ്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇത് മണത്തണയുള്ള നഗരേശ്വരം ശിവക്ഷേത്രമാണ്. ഒരു കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രങ്ങളിലൊന്നായ നഗരേശ്വര ക്ഷേത്രം ബ്രിട്ടീഷുകാരുടെയോ ടിപ്പു സുൽത്താൻ്റെയോ ആക്രമണത്തിൽ തീർത്തും തകർക്കപ്പെട്ടു പോയൊരു ക്ഷേത്രമാണിത്. പിന്നീട് അതിനെ പുനർനിർമ്മിച്ച് ഈ രീതിയിൽ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലാക്കിയതാണ്. ഒരു കാലത്ത് നഗരേശ്വരം എന്ന് പറഞ്ഞാൽ നഗരത്തിൻ്റെ ഈശ്വരൻ എന്ന് വെച്ചാൽ മണത്തണ വലിയൊരു പട്ടണമായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ അധീനതയിൽ വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിൻ്റെ ആരംഭം കുറിക്കുന്ന ചടങ്ങുകളെല്ലാം ഒരു കാലത്ത് ഈ ക്ഷേത്രത്തിലായിരുന്നു നടത്തപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ തീർത്തും പരിതാപകരമാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യം ശിവരാത്രി നാളിൽ ഇവിടെ ചടങ്ങുകൾ നടക്കാറുണ്ട്, ഉത്സവം നടക്കാറുണ്ട്. നിത്യപൂജ രാവിലെ ദിവസവും നിത്യപൂജയും നടക്കാറുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ബലിബിംബമാണ് നമ്മൾ കാണുന്നത്, ആകെ തകർക്കപ്പെട്ട നിലയിൽ. ക്ഷേത്രാങ്കണത്തിലേക്ക് കടക്കാനുള്ള ചവിട്ടിപ്പൊടി പോലും അവശ നിലയിലാണ്. കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപക്ഷേത്രങ്ങളിലൊന്നായ നഗരേശ്വരം ക്ഷേത്രത്തെപ്പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് കലാകാരനും സാഹിത്യകാരനും സാമൂഹിക പ്രവർത്തനം കൂടിയായ ശ്രീ മാധവൻ PPയോടാണ്. അഞ്ചൽ എന്ന സ്ഥലത്തേക്ക് പിൻബലിന്ന് അഞ്ചില്ലം മാനന്തവാടിയാണ്. അപ്പോൾ ഇനി പെരുമാള മണ്ണും തൊടിക്കളമ്പലത്തിൽ ഭഗവാനും നമ്മൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത് വെച്ചാൽ മെല്ലെ ഇവിടുന്ന് വലിയ അങ്ങനെ ഒരു സന്ധ്യാസമയത്ത് ഇവിടെ ഒന്ന് തൊഴുത് ഇടപാടുമായിട്ട് അയാൾ പോയി. അതാണ് ലാസ്റ്റ്. പിന്നെ മണത്തണ പഠിച്ച് വരാണ്ടി വന്നില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ ക്ഷേത്രം തകർത്തതൊന്ന് ബ്രിട്ടീഷുകാർ തന്നെ. മുസ്ലിംസിന് ടിപ്പു എന്ന് പറഞ്ഞ ഒരാൾ ഈ ഭാഗത്ത് വന്നിട്ടില്ല. ടിപ്പു വരുന്നതിന് ചരിത്രപരമായ കുറേ രേഖകളുണ്ട്. ഹൈദരാലി കതിരൂര് സൂര്യനാരായണ ക്ഷേത്രത്തിൻ്റെ അവിടം വരെ വന്ന കഥകളെല്ലാം പറയും. ബ്രിട്ടീഷുകാർ കപ്പൽ വേണ്ടി തിരിച്ചു പോയാൽ അല്ലെങ്കിൽ KKN കുറിപ്പില്ല, നമ്മുടെ സാറ് മട്ടന്നൂര് പ്രൊഫസർ KKN കുറിപ്പ് ചരിത്ര വിഭാഗം പുള്ളി പറഞ്ഞ ലേഖനങ്ങളിലും പ്രസംഗത്തിലും നമുക്കറിയാം. കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം വരെ വന്നിട്ടുള്ളൂ. ഹൈദരാലിൻ്റെ ആൾക്കാർ. ടിപ്പു വന്നിട്ടില്ല. ടിപ്പു നേരെ അപ്പുറ വടക്ക് ഭാഗം നമ്മളെ ഈ വടക്കേ മൂലയിൽ കൂടെ ആക്രമിച്ച് വയത്തൂര് കാലിയർ അമ്പലം ആ ഭാഗം തകർത്ത് കളഞ്ഞ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്നാ നമ്മളെ അറിവ് പഠിപ്പും. ഇപ്പൊ ബ്രിട്ടീഷുകാരാണ് നമ്മളെ ക്ഷേത്ര നരകീരീനെ ബ്രിട്ടീഷുകാരാണ് ഇതൊക്കെ ഇല്ലാതാക്കിയത് അല്ലേ. ബ്രിട്ടീഷുകാരാൽ തകർക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെ ബലിബിംബമാണ് നമ്മൾ ഈ കാണുന്നത്. ബലിബിംബം കടന്ന് ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രധാന നടവഴിയാണ് ഇത്. രണ്ട് സൈഡിലും കല്ല് വെച്ച് കെട്ടിയ പഴയ കെട്ടാണത്. മുന്നിൽ തന്നെ തകർക്കപ്പെട്ട ഒരു നമസ്കാര മണ്ഡപത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട്. മുന്നിൽ കാണുന്ന സോപാനവും ക്ഷേത്രത്തിൻ്റെ പ്രധാന വാതിലും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ക്ഷേത്രത്തിൻ്റെ പൗരാണികത്വം. എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പഴയ ക്ഷേത്രത്തിൻ്റെതെന്ന് പറയപ്പെടുന്നത് ഈ കാണുന്ന ക്ഷേത്രത്തിൻ്റെ തറയും സോപാനവും പ്രധാന കവാടം കരിങ്കല്ല് കൊണ്ടുള്ള കവാടമാണ്. അതുമാത്രമേ ഉള്ളൂ. ബാക്കി ഇന്ന് കാണുന്ന ഈ സ്ഥിതിയിലുള്ളത് എല്ലാം പിന്നീട് ഉണ്ടാക്കിയെടുത്തതാണ്. ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്തായി ഒരു ഗണപതി വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠ കൂടിയുണ്ട്. അതിനെ മറച്ചു വെക്കുന്ന തകരത്തിൻ്റെ ഷീറ്റ് വെച്ചിട്ടാണ് മറച്ചു വെച്ചിട്ടുള്ളത്.
ആ ഗണപതി വിഗ്രഹവും പഴയ കാലത്തുള്ളതാണ്. അതെല്ലാം തകർത്ത നിലയിലാണ്. അതിൻ്റെ ഒരു കൈ തകർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഏതോ ആക്രമണത്തിൽ തകർക്കപ്പെട്ടതാണെന്നുള്ളത് കാര്യം സുനിശ്ചിതമാണ്. ഒരു മഹാക്ഷേത്രമായ ശ്രീ കൊട്ടിയൂർ ശിവക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപക്ഷേത്രമായ ഈ ശ്രീ നഗരേശ്വരം ക്ഷേത്രത്തിൻ്റെ ഇന്ന അവസ്ഥ തികച്ചും പരിതാപകരമാണ്. നിത്യപൂജ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ വഴിപാട് കൗണ്ടറും അതിൻ്റെ ഈ വഴിപാടുകളുടെ നോട്ടീസ് ബോർഡും. വർഷത്തിൽ ഒരു ദിവസം മാത്രം നടക്കുന്ന ശിവരാത്രി ആഘോഷങ്ങളിൽ മാത്രമാണ് ക്ഷേത്രത്തെ വേണ്ട രീതിയിൽ പരിപാലിക്കുന്നതും ആഘോഷ പരിപാടികൾ നടക്കുന്നതും. ഇത് കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ നഗരേശ്വര ശിവക്ഷേത്രം. എല്ലാ പ്രധാന ചടങ്ങുകളും എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശേഷ ചടങ്ങുകൾ, സ്ഥാനാരോഹണം ചെയ്യുക, പട്ടും വളയും കൊടുക്കുക, അങ്ങനെയുള്ള വിശേഷപ്പെട്ട ചടങ്ങുകളെല്ലാം നടത്തുന്നത് ഇവിടെ വെച്ചാണ്. പിന്നെ നവരാത്രി, അത് ശിവരാത്രിക്ക് ഇവിടെ പൂജയും കാര്യങ്ങളുണ്ട്. ശിവരാത്രിക്ക് അല്ലാണ്ട് വേറെ ഉത്സവമായിട്ടില്ല. ശിവരാത്രി ദിവസം ഇവിടെ പൂജയും കാര്യങ്ങളും എല്ലാ സംഭവമുണ്ട്. ശിവരാത്രി ദിവസം ആഘോഷ പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഡിറ്റോറിയമാണിത്. കലാപരിപാടികളും സാംസ്കാരിക പരിപാടികളിലും അന്നത്തെ ദിവസം ഇവിടെ അരങ്ങേറാറുണ്ട്. ക്ഷേത്രത്തിൻ്റെ ചരിത്രം വിളിച്ചോതുന്ന തരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പന ഇവിടെ പൂത്തുലഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത് നമ്മളെ പിന്നെ നമസ്കാരം ഉണ്ടാവും അല്ലേ? അല്ല, നമസ്കാരം ഉണ്ടാവുന്ന എഴുതാനൊന്നുമില്ല. നമസ്കാരം ഉണ്ടോന്ന് എഴുതിയാൻ തെറ്റില്ല. അമ്പലത്തിന് മുന്നിലല്ലേ? അതെ അതെ, മണ്ഡപ. ഇവിടാണ് വേദങ്ങളും ഉപനിഷത്തുകളും വായിക്കുന്നത്. പ്രത്യേക രീതി ഇവിടെ അതിന് ചുറ്റും കല്ല, മനസ്സിലായോ? വലിയ കല്ല് അല്ലേ? അതെ. അതേമാതിരി തന്നെ ഈ കല്ലും വലിയ ഈ കല്ല് പെടുത്തത് ഇവിടെ വലിയ കല്ലുകൾ. അപ്പൊ ഇവിടെ ഒരു മണ്ഡപം ഉണ്ടായിരുന്നു. ആ മണ്ഡപം ഇവിടെ മണ്ണായിട്ടാ. ഇവിടെ കണ്ട കല്ലില്ല. കല്ലില്ല. ഇതാണ് നഗരേശ്വരം. ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിൻ്റെ കെട്ടുകളാണ്, അവശേഷിക്കുന്ന കെട്ടുകളാണ്. 1-2 വരി മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. അതുമാതിരി ക്ഷേത്രത്തിൻ്റെ തറ കെട്ടിയതും വളരെ പൗരാണിക രീതിയിലാണെന്നാണ് മാധവേട്ടൻ പറയുന്നത്. കാരണം ഭൂകമ്പത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഇടയിലെല്ലാം ഇഷ്ടികകൾ വെച്ചിട്ടാണ് കെട്ടിയിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പൗരാണികത്വം വിളിച്ചോതുന്നത് ഈ തറ മാത്രമേ ഉള്ളൂ. ബാക്കി മുകളിലെ കാണുന്ന കെട്ടുകളെല്ലാം ഈ ആധുനിക കാലത്ത് നിർമ്മിച്ചതാണ്. അതേപോലെ ക്ഷേത്രാങ്കണത്തിൽ പാകിയിരിക്കുന്ന കല്ലും ഒരുപാട് വലിപ്പമുള്ള കല്ലുകളാണ്. ഇന്നത്തെ മാതിരിയുള്ള കല്ലുകളല്ല. അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ തറ പണിതതും അതേപോലെ തന്നെ വളരെയധികം വലിപ്പമുള്ള കല്ലുകളെ കൊണ്ടാണ്. ഇങ്ങനെ ആയിരക്കണക്കിന് ഓടുണ്ട്. അതിൻ്റെ ഇറമ്പില്ലേ റോഡിന് ഇങ്ങനെ പറ്റിച്ച് നോക്കുന്നത്. ഇതൊക്കെ വീണ് പോയതാണ്.